ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ലൈവ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് വേറൊന്നും അല്ല, അമ്മയോടൊപ്പം കുക്ക് ചെയ്യുന്ന ഒരു സെഷനാണ് ഇന്ന് ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ ലൈവ് നമ്മൾ 1-2 വട്ടം ചെയ്തിട്ടുണ്ട്, പക്ഷേ കുക്ക് ചെയ്യുന്ന ഒരു ലൈവ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ലൈവിന് പുറകിലുള്ള ചില കാഴ്ചകളാണ് ഈ വ്ളോഗിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈവിൻ്റെ ചില പിന്നാമ്പുറ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണുള്ളൂ, പക്ഷെ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആകും എന്ന് തോന്നിയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ശർക്കരയിൽ നിന്ന് തന്നെ ഇന്നത്തെ ലൈവ് തുടങ്ങാം. നമ്മുടെ ലൈവിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ശർക്കര ഉരുക്കി വെക്കാൻ പോവാണ്, പാനിയാക്കി അല്ലേ? പാനിയാക്കണ്ട, ശർക്കര ഉരുക്കി. കല്ലിതിലുണ്ടാവൂല മറയൂർ ശർക്കര ആയതുകൊണ്ട്, എന്നാലും ഒന്ന് ഫിൽറ്റർ ചെയ്തേച്ച് ഒരു കപ്പിൽ ഒഴിച്ചു വെക്കാം. ഇത് പാനിയാക്കണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴത്തിൽ കിടന്ന് ഇച്ചിരി ഒന്ന് വേവാനുണ്ട്. മാമ്പഴം വേവിക്കുമ്പോൾ ശർക്കര ഉരുക്കി ചേർത്താ വേവിക്കണം, അതുകൊണ്ട്. അപ്പൊ ഉരുക്കി അങ്ങ് വെച്ച് എളുപ്പമായില്ലേ. ശർക്കര ഉരുക്കി പാനിപ്പരുവത്തിലാക്കിയിട്ടുണ്ട്. ദേ ഫിൽറ്റർ ചെയ്യുക കേട്ടോ. കാണാമോ? മൊത്തം ഒഴിക്കുക. ചൂടയാ, കയ്യിലേക്ക് ആവി ചൂടോടുകൂടി ആയതുകൊണ്ട് ഈ ചൂടോടുകൂടി നമ്മളെപ്പോഴും ഫിൽറ്റർ ചെയ്യുമ്പോൾ ന്യൂ ജനറേഷന് വേണ്ടി പറയുവാണ്, എപ്പോഴും സ്റ്റീലിൻ്റെ ഫിൽറ്റർ എടുത്തോളണം. ന്യൂ ജനറേഷന് വേണ്ടി പറഞ്ഞതാട്ടോ. കാരണം ആർക്കും ഒന്നും തോന്നരുത്, എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞത്. അതെ, ഇത്രയേ ഉള്ളൂ. അതിൽ മാലിന്യം എന്ന് പറയാനില്ല അല്ലേ? അതെ, ഇത്രയേ ഉള്ളൂ. എടുക്കുവാണോ? എടുത്ത് നമ്മള് വൈകുന്നേരത്തേക്കുള്ള മാമ്പഴ പായസത്തിന് തേങ്ങ അപ്പം ഇവിടെ ഓൾറെഡി കുറെ പൊതിച്ചിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, പച്ചത്തേങ്ങ പൊട്ടിക്കണം, പച്ചത്തേങ്ങ പൊട്ടിക്കണം. എന്നാൽ ഇതാണ് കേട്ടോ ഈ പച്ചത്തേങ്ങ എന്ന് പറഞ്ഞാൽ തൊണ്ട് പഴുപ്പലായിട്ടുള്ള തേങ്ങ. ലൈവിനുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ. വെള്ളം നല്ലതായിരിക്കുമോ? ഇല്ല, വെള്ളം എടുക്കണ്ട, കൊള്ളിലായിരിക്കും അല്ലേ? അല്ല, ഉണ്ടായിരിക്കും. വേണമെങ്കിൽ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നാൽ തരാം. നോക്കട്ടെ. മുറി അതിൽ നമുക്കങ്ങ് ചിരണ്ടി തുടങ്ങാം. അതെ, ഒരു മുറി കേട്ടോ. പാല് പിഴിഞ്ഞെടുക്കണേ. അത് കുഴപ്പമില്ല, കറണ്ട് ഉണ്ടല്ലോ, മിക്സിയിൽ അടിച്ചേച്ച് പിഴിഞ്ഞ ചിരണ്ട് വേണേ. വരാ ചിരണ്ടണം, ആക്ക് മക്കളെ ചടിക്കരുത്. വരാ ചിരണ്ടി കഴിഞ്ഞാൽ നല്ല സുഖം, അത് കാണാനും നല്ല തേടിയിരിക്കും. മിക്സിയിലിട്ട് അടിച്ചെടുത്ത് പാല് പിഴിഞ്ഞെടുക്കാം. ഹലോ, അപ്പം ഞങ്ങൾ മാമ്പഴപ്പായസം ലൈവ് ചെയ്യുന്നില്ലേ, അതിൻ്റെ മാങ്ങ പറക്കാൻ വന്നേക്കാണ്. ദേ നമ്മുടെ സുന്ദരമാവ് അവിടെ പുറയിൽ നിൽപ്പുണ്ട്, പുറകിൽ കൂടെ അമ്മയെ നടപ്പുണ്ട്. അപ്പോൾ മാങ്ങ പറക്കാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അമ്മ നോക്കി നോക്കി നടപ്പുണ്ട്, വട്ടിയൊക്കെ കയ്യിലുണ്ട്. കിട്ടിയാ? ആ കിട്ടിയല്ലോ. അപ്പം അത് പെറുക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പം നമുക്ക് വേറെ എത്ര മാങ്ങയെന്ന് കിട്ടാൻ പോണേന്ന് നോക്കാം. നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്നത്തെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്പേഴ്സ് ഓഫ് മാങ്ങ എടുക്കുക. 3 or 4 അല്ലെങ്കിൽ 5 ഒക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എത്ര എണ്ണം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പെറുക്കാം നമുക്ക്. കിടപ്പുണ്ടല്ലോ, നല്ല മണം. 3 എണ്ണം. പിന്നെ ഇതൊരെണ്ണം കേടാതെ എടുക്കണ്ട. അത് വേണ്ട, കൊള്ളൂല, അത് പഴുത്തല്ല, അത് വാടി വീഴുന്നത്. അതെ, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. കിട്ടിപ്പോയി, അവിടെ കിടക്കുന്നുണ്ട്. ഇത് എന്നാന്ന് വെച്ചാൽ ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ മുഴുവൻ ചൂടിൻ്റെ ഇതുകൊണ്ട് വീണുപോയി. ഒരു പാകമല്ലാത്ത ഇതുപോലെ ഒരെണ്ണം ചെനയോട് അവിടെ ഉണ്ട്. ചെനയോടുകൂടി ഇപ്പം കണ്ട് വിടാൻ തോന്നുന്നു. ഇപ്പം 3 മാങ്ങയെ കിട്ടിയിട്ടുള്ളൂ. അത് വെച്ച് നമുക്ക് ശരിയാക്കാം. അതെ, ചെറുതാണെങ്കിലും. അപ്പം 6 എണ്ണം ഉണ്ട്. കണ്ടോ, 6 മാങ്ങയുണ്ട് കേട്ടോ. 6 മാങ്ങയുണ്ട് കേട്ടോ.
നമ്മൾ 3 4 ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു, പിന്നെ 5 ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ 6 കിട്ടിയിട്ടുണ്ട്. 6 വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ബാക്കി ചേരുവകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വിഷു സ്പെഷ്യൽ മാമ്പഴ പായസം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ലൈവ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഏകദേശം 3 മണിയോടുകൂടിയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യണത്. ഓ നിസർ വാങ്ങിക്കുക നല്ല മണം കേട്ടോ. ഇത് വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കാം, സൂപ്പർ ആയിരിക്കും. ഓ നിസർ കടിക്കുന്നത്. അപ്പോൾ സെറ്റ് ഫോർ ലൈവ് ആയി. ഇതേ കണ്ടോ, നമ്മുടെ പാത്രമൊക്കെ ഇവിടെ നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ദേ മാമ്പഴം റെഡി ആയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ശർക്കര പാനി ഇരിക്കുന്നു. തേങ്ങാപ്പാലും അമ്മ അവിടെ അപ്പുറത്ത് റെഡിയാക്കി. അതെ ഇവിടെ ഉണ്ട്. തേങ്ങാപ്പാലിനുള്ള പിസറ് റെഡിയാക്കി വെച്ച്, പിസറല്ല തേങ്ങ പിഴിയാനുള്ള സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ലൈവിൽ കാണാം കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻസ്. അവിടെ അമ്മ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവിനുള്ള പ്രിപ്പറേഷൻസ്, അതുകൊണ്ടാണ്. എന്താന്ന് നോക്കട്ടെ കേട്ടോ. അവിടെ എന്തോ ചതച്ചോണ്ടിരിക്കണേ, ഏലക്ക ചതച്ചോണ്ടിരിക്കണേ. അത് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ലൈവിനുള്ള പ്രിപ്പറേഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ലൈവിൽ കാണാം. ലൈവ് ഓൾറെഡി സ്ട്രീമായി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതെ ഏലക്ക ചതച്ച് സെറ്റാക്കി വെച്ചു. ഏലക്ക ചതച്ച് കഴിഞ്ഞ് കല്ല് കഴുകുക. ഉള്ളി അറിയാതെ ചതച്ചു പോയാൽ പിന്നെ അത് അതെ ഏലക്കായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും വ്ളോഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പൊ അത് കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫാമിലിക്ക്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ മാമ്പഴ പായസം നമ്മൾ ലൈവിൽ ഉണ്ടാക്കിയ മാമ്പഴ പായസമാണ് കേട്ടോ. അത് അമ്മ അപ്പയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പോവാണ്. കോരി എടുക്കട്ടെ. കോരി എടുത്തോ. അതെ അതൊക്കെ കുറുകിയ കണ്ടോ. അതെ ഇങ്ങനെയാണ് ഇരുന്ന് കഴിയുമ്പോൾ കുറുകണത്. നമ്മൾ ഇച്ചിരി നേർപ്പിച്ച് വാങ്ങിയില്ലെങ്കിൽ പിന്നെ സിറപ്പുണ്ടാവൂല. അതാ കുഴപ്പം. യമ്മിയാണ്. അപ്പൊ കൊറേ കഴിക്കണ്ടല്ലോ. ഞാൻ എടുത്തു വെക്കണ എത്രയാന്ന് വെച്ചാൽ കഴിക്കട്ടെ. മാങ്ങ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് അധികം മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യായിരുന്നു. മാങ്ങ ഞാൻ പറഞ്ഞില്ലേ മാങ്ങയുടെ കുറവുകൊണ്ടാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറയാം. അതെ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്തില്ലേ? പിന്നെ മധുരവും പുളിയൊക്കെ ആദ്യം തന്നെ മധുരവും പുളിയും പാകല്ലേ? പിന്നെ അപ്പനെ ഏൽപ്പിക്കാഞ്ഞ് ഇങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ പറയട്ടെ. ഇരിക്കണം, അത് കയ്യിൽ മാറ്റാം. കയ്യിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. പപ്പ മാമ്പഴ പായസം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് മതിയാവും, എടുത്തിട്ടോ. എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് പറ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. മാമ്പഴ പായസം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ വളരെ ടേസ്റ്റിയുമാണ്. ഓ ഇത് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ കൊതി വരും കേട്ടോ. എങ്ങനെയുണ്ട്? വളരെ നല്ലതായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ അറിവിൽ പലതരം പായസങ്ങളുണ്ടാകും, പക്ഷേ അതിലൊക്കെ ആസ്വാദികരമായ ഒരു രുചിയാണ് മാമ്പഴ പായസത്തിന്. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ മറ്റു പായസങ്ങളെ പോലെ കടും മധുരമല്ല മാമ്പഴ പായസത്തിന്. ഒരു നേർത്ത പുളിരസത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് മാമ്പഴ പായസം നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര കഴിച്ചാലും നമുക്കത് മടുക്കുകയില്ല. ആ പുളിയും മധുരവും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ചേരുവ വളരെ ആസ്വാദികരമാണ്. ഇതിന് സാധാരണഗതിയിൽ നാടൻ മാങ്ങയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉള്ള സുലഭമായ നാടൻ മാങ്ങ, വലിപ്പം കുറഞ്ഞ നല്ല മണമുള്ള നാടൻ മാങ്ങ.
ഇപ്പോൾ ഈ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. ചന്ദ്രക്കാരൻ മാങ്ങ വളരെ നല്ലതാണ്, നല്ല ഫ്ലെയർ ഉള്ള ഒരു മാങ്ങയാണ്. ദോഷം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രക്കാരൻ മാങ്ങയിൽ ഫ്ലഷ് വളരെ കുറവാണ്. സാധാരണ നാട്ടുമാങ്ങ ഒരു 6-7 എണ്ണം ഇടുന്ന സ്ഥാനത്ത് ഇത് അതിൻ്റെ ഇരട്ടി ഇട്ടാലേ അതിൻ്റെ ഫ്ലഷ് നമുക്ക് കിട്ടുള്ളൂ. കാരണം ചന്ദ്രക്കാരൻ മാങ്ങയിൽ ഫ്ലഷ് വളരെ കുറവാണ്. എന്തു തന്നെയായിരുന്നാലും മാമ്പഴ പായസം അതീവ ഹൃദ്യമായ അങ്ങേയറ്റം രുചികരമായ ഒരു പായസമാണ്, അതിന് ഒരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ പഴപ്രഥമനും ഇതുപോലെ തന്നെ വളരെ ആസ്വാദ്യകരമായ ഒരു പായസമാണ്. കാരണം അതിൻ്റെയും ആസ്വാദ്യതയുടെ ഏറ്റവും പ്രധാന കാര്യം ആ നേർത്ത പുളിരസമാണ്. അതുകൊണ്ട് പുളിരസമുള്ള ഈ മാമ്പഴ പായസം, അതുപോലെ തന്നെ പഴപ്രഥമൻ എന്നുള്ള പായസങ്ങളും മറ്റെല്ലാ പായസത്തിൻ്റെയും ഒരു പടി മുകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആസ്വാദ്യതയിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം വളരെ സിമ്പിളാണ് അത് ഉണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് അധ്വാനങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി മാമ്പഴ പായസത്തിൻ്റെ ആസ്വാദ്യത ഒന്ന് ആസ്വദിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്ക് എൻ്റെയൊക്കെ ഇഷ്ടം മാമ്പഴ പായസം കഴിക്കുന്നത് നമ്മൾ ഈ മാങ്ങയുടെ അണ്ടിയോടുകൂടി ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ആ അണ്ടി പായസത്തിൻ്റെ സിറപ്പിൽ ഇങ്ങനെ മുക്കി ആ അണ്ടിയാണ് നമ്മൾ ശരിക്ക് വായിലിട്ട് കഴിക്കുന്നത്. സ്പൂൺ കൊണ്ടോ മറ്റെന്തുകൊണ്ടോ അതിൻ്റെ സിറപ്പ് കോരി കുടിക്കുന്നതിനേക്കാൾ ഈ അണ്ടി പായസത്തിൽ മുക്കി അത് ആസ്വാദ്യതയോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ രുചികരവും എനിക്കിഷ്ടമായിട്ടും തോന്നുന്നത്. നിങ്ങൾക്കും അത് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. വളരെ രുചികരമാണ്, എത്ര കഴിച്ചാലും നമുക്കത് മട്ടിക്കില്ല, വളരെ ആസ്വാദ്യകരമാണ്. നിങ്ങൾ ഒരിക്കൽ കൂടി അത് പരീക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അമ്മ ലൈവൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മ റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ആരും അമ്മയ്ക്ക് റെസ്റ്റ് ഒന്നും ഇല്ല. അമ്മ ഇങ്ങനെ ചാടി ഓടി നടക്കും അല്ലേ? അതെ, അതാണ് അമ്മയുടെ സ്ലിം ബ്യൂട്ടിയുടെ രഹസ്യം. ഇതെന്നാന്ന് വെച്ചാൽ മാവ് ഉള്ളത് കൊണ്ട് നല്ല തണലല്ലേ നമുക്ക്. കാറ്റ് വരുമ്പോൾ കരിയില വീഴും. ആ ചേച്ചിമാർ 2 ദിവസമല്ലേ വരുവോളൂ ക്ലീനിങ്ങിന്. അപ്പം അല്ലാത്തപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ തൂത്ത് വൃത്തിയാക്കി വിടും. ആ നമ്മുടെ മറ്റേ നാട്ടുവഴിയില്ലേ, നമ്മുടെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ക്ലീനിങ് അപ്പയാ എല്ലാ ദിവസവും വൈകുന്നേരം.